ഒരു ഒരു യാത്രയെ ഒരു റിട്ടയർമെൻറ്റിൻ്റെ യാത്രയെ പോലെ അപ്പം നമ്മൾ ഇനി ഒരുമിച്ച് ജോലി ചെയ്യേണ്ടത് പല ഓഫീസുകളിലായാലും ചിലപ്പോൾ ഞാൻ ഇനി ഇങ്ങോട്ട് വരാം, നിങ്ങൾ പല ഓഫീസിൽ ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ നിങ്ങൾ പലരും കൂടെ വരാം. അങ്ങനെ ഒരു പിരിഞ്ഞു പോക്കല്ല നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിരിഞ്ഞ് പോക്കൊന്നും നിൽക്കുന്നില്ല. ഇതിന് തൽക്കാലത്തേക്ക് ഒരു വിട പറയുക, കൂടുതൽ വർത്തമാനം പറയുവാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പലതവണയായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും കുട്ടനാടെന്ന് പറയുന്നത് നമുക്ക് ഞാൻ പണ്ട് മുതൽ ആഗ്രഹിച്ചിരുന്നു ജോലി. ഒരു കാലത്ത് എല്ലാ നമ്മുടെ ജീവനക്കാരുടെയൊക്കെ ഒരു പേടി സ്വപ്നമാണ്. കുട്ടനാട് എന്ന് പറഞ്ഞാൽ ഒരു മുഖം ചുളിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഉദ്യോഗസ്ഥരാണ് നമ്മുടെ ഓഫീസേഴ്സൊക്കെ ആണല്ലോ കുട്ടനാടാ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരെ കുട്ടനാടേക്ക് തട്ടാം, ഇങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ ഒരു രീതി പണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി കുട്ടനാട് എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല താലൂക്കായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. എന്ത് കാര്യം ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇലക്ഷൻ്റെ കാര്യത്തിലാണ് കേരളത്തിലെ ഏറ്റവും നല്ല ഇലക്ഷൻ സെഷൻ കൈകാര്യം ചെയ്യുന്ന ഓഫീസ് കുട്ടനാട് താലൂക്കിൻ്റെ. അതേപോലെ തന്നെ മറ്റ് റവന്യൂ റിക്കവറി ആയാലും ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏറ്റവും ആ പെർസെൻറ്റേജ് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പായിട്ട് നിന്ന് കളക്ട് ചെയ്യുന്ന ഒരു താലൂക്ക്. അങ്ങനെ എല്ലാ മേഖലയും പട്ടയത്തിൻ്റെ റവന്യൂ സംബന്ധമായ എല്ലാ കേസുകളിലും ഏറ്റവും നല്ല താലൂക്ക് എന്നുള്ള പേര് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. ഏറെ സന്തോഷമുണ്ട്. നിങ്ങൾ നൽകിയ സ്നേഹത്തിനും ആദരവിനുമൊക്കെ ഒരു വിഷമവും കൂടാതെ ഇവിടെ കൃത്യമായിട്ട് നിങ്ങളൊക്കെ പറഞ്ഞ സൂചിപ്പിച്ച പോലെ തന്നെ നിങ്ങളൊക്കെ ഇടപെട്ട് തന്നെ നല്ല രീതിയിൽ ഒരു സുഹൃത്തിനെ പോലെ ജോലി ചെയ്യാൻ സാധിച്ചത് ഇവിടെ മാത്രം കിട്ടുന്ന ഒരു എല്ലാവരോടും കൂടെ പറയുന്നത് കുട്ടനാടിൻ്റെ മാത്രം പ്രത്യേകതയാണ്. നമുക്ക് ഇവിടെ മാത്രം കിട്ടുന്ന ഒരു നമുക്കൊരു പിന്തുണയാണ്. പബ്ലിക്കിൻ്റെ ഭാഗത്ത് നിന്നായാലും ഇപ്പോൾ അമ്പലപ്പുഴ താലൂക്കിലൊക്കെ ആണെങ്കിലും നോക്കുമ്പോൾ അവരൊക്കെ ജോലി ചെയ്തിരുന്നതാണ്. അവർക്ക് പബ്ലിക് എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രഷറും ഇതൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരു സംവിധാനമൊന്നും ഇല്ല ഇവിടെ. നല്ല ഫ്രീ ആയിട്ട് റിസ്ക് ഇല്ലാതെ ടെൻഷൻ ഇല്ലാതെ ജോലി ചെയ്യാവുന്നൊരു സംവിധാനം. അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടനാട് എന്നും മനസ്സിലുണ്ടാവും, നിങ്ങളെല്ലാവരും മനസ്സിലുണ്ടാകും. പിന്നെ നൽകിയ സ്നേഹത്തിനൊക്കെ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. പലപ്പോഴും പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ ഒരു കുട്ടനാട് താലൂക്കിൻ്റെ ആ ഒരു പ്രയോറിറ്റി അത് കളയാതെ തന്നെ മുന്നോട്ട് പോകുക. പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ് സെക്ഷനുകൾ നേരിട്ട് ഇവരെയൊക്കെ വിളിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിനൊന്നും ഒരു ഡിലേ വരുത്തില്ല. നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓഫീസിൻ്റെ മുഖമാണ്. വളരെ ചുരുക്കം സർട്ടിഫിക്കറ്റുകളെ ഇവിടെ വരുന്നുള്ളൂ. 1-2 സർട്ടിഫിക്കറ്റുകളാണ് ഒരു ദിവസം നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ അമ്പലപ്പുഴ താലൂക്കിലൊക്കെ 50-60 ചിലപ്പോൾ ആയിരക്കണക്കിന് സർട്ടിഫിക്കറ്റ് ചില സമയങ്ങളിലൊക്കെ വരും. അപ്പോൾ അതുമായിട്ട് തട്ടി നോക്കുമ്പോൾ വളരെ ജോലി കുറവാണ്. അപ്പോൾ ആ സെക്ഷനിലൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ഒന്ന് നോക്കാനുള്ളൊരു ഇടപെടൽ. അതുപോലെ തന്നെ മറ്റ് പബ്ലിക് വരുന്ന സെക്ഷനുകൾ പബ്ലിക്കാണ് നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അവരുടെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ മാത്രം നമ്മളൊരു അവകാശ അവതരത്തിന് ഇറങ്ങുമ്പോഴും എല്ലാ കാര്യത്തിനാണെങ്കിലും പബ്ലിക്കിൻ്റെ ഒരു പിന്തുണ ഇല്ലെങ്കിൽ ഒരു ഘട്ടത്തിലേക്ക്. അതുകൊണ്ട് അവരെ നമ്മൾ ഗാന്ധിജിയൊക്കെ പറയുന്നത് എഴുതി വെക്കുന്നത് പോലെ തന്നെ അവരാണ് നമ്മുടെ എല്ലാവരും അതേ ഒരു രീതിയിൽ പരിഗണിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. ഇത് മോശമെന്ന് പറയുകയല്ല, കേൾക്കുമ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഓഫീസിന് ഏറ്റവും നല്ലൊരു ഏറ്റവും നല്ല താലൂക്ക് ഓഫീസായി മാറ്റിക്കൊണ്ട് ഇവർ അടുത്ത വർഷത്തെ ഇതിൻ്റെ അവാർഡ് പട്ടികയിൽ ഇടം പിടിക്കുവാനും അതുപോലെ തഹസിൽദാർക്കും അതേപോലെ തന്നെ ഏറ്റവും നല്ല തഹസിൽദാർ എന്നുള്ള രീതിയിൽ ഒരു പരിഗണന കിട്ടുവാനും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയ സ്നേഹത്തിന് നന്ദി പറഞ്ഞു.